Hello everyone, Mufida, your mind and life transformational coach. അപ്പൊ എല്ലാവരും നമ്മുടെ മാജിക്കൽ പ്രാക്ടീസിന്റെ 17ാമത്തെ ദിവസത്തിലാണ് എത്തി നിൽക്കുന്നത്. അപ്പൊ എന്നെ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ, എൻ്റെ പേര് മുഫീദ. ഞാൻ ഗ്ലോബൽ മൈൻഡ് പവർ ട്രെയിനർ ആണ്, പ്ലസ് ലൈഫ് ട്രാൻസ്ഫോർമേഷണൽ കോച്ച് ആണ്. ലൈഫിൽ ഒരു മാറ്റം വേണം, ഇപ്പൊ നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് ഒരു മാറ്റം വേണം, ഇതുവരെ ജീവിച്ച പോലെയല്ല, ലൈഫിൽ മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുടെ ലൈഫിലെ മാറ്റങ്ങൾ കൊണ്ടുവരുത്താനും അതുപോലെ തന്നെ ലൈഫിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നമ്മൾ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി അപ്ഡേഷനും കാര്യങ്ങളൊക്കെ അതിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് ആളുകൾ മാറ്റങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ കൂടെ നിങ്ങൾക്കും ആ ജേണി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ലൈഫിൽ മാറ്റങ്ങൾ കൊണ്ടുവരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ദ മാജിക് എന്ന് പറഞ്ഞ ബുക്കിന്റെ പ്രാക്ടിക്കൽ ഗൈഡൻസിലൂടെയാണ് നമ്മൾ പോകുന്നത്. 28 ഡേയ്സ് മാജിക്കൽ പ്രാക്ടീസിന്റെ 17ാമത്തെ ദിവസത്തിലാണ് നമ്മൾ ഇന്നെത്തി നിൽക്കുന്നത്. അപ്പൊ എല്ലാവരും ഇതുവരെയുള്ള പ്രാക്ടീസ് കണ്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഡേ 1 മുതൽ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ 17ാമത്തെ നമ്മളെ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്, നമുക്ക് എല്ലാവർക്കും ഇതുവരെ പറഞ്ഞ നമ്മള് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് റിച്ച് ആയിട്ടുള്ള ആളുകളുടെ ഹാബിറ്റ്സ് ആണ്, അവർ കൊണ്ടുവരുന്നതാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അതല്ലാതെ ഈ പരാതി പറഞ്ഞിരിക്കുന്ന ആളുകൾക്ക് പോവർട്ടിയിലായിരിക്കും അവർ. അപ്പൊ അത്തരത്തില് നിങ്ങളുടെ ലൈഫിൽ അബൻഡൻസ് വേണം, റിച്ച്നെസ് വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ ഗ്രാറ്റിറ്റ്യൂഡിനെ ഫോളോ അപ്പ് ചെയ്യുക, ഗ്രാറ്റിറ്റ്യൂഡ് ലൈഫിൽ ഒരു പാർട്ടാക്കി കൊണ്ടുപോവുക എന്നുള്ളതാണ്. അപ്പോൾ 17ാമത്തെ ഡേയും അത് തന്നെയാണ്, നിങ്ങൾ എല്ലാവർക്കും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പണം നമ്മളെ കയ്യിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ പണവുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നമ്മൾ അവിടെ പോസിറ്റീവ് ആക്കണം എന്നുള്ളതാണ്. അപ്പൊ അതിലുള്ള ദ മാജിക് ചെക്ക് എന്നുള്ള ഒരു പ്രാക്ടീസ് ആണ് ഇന്ന് ചെയ്യുന്നത്. എല്ലാവർക്കും അറിയാം, ഡെയിലി ലൈഫിൽ ചെക്ക് യൂസ് ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും. അപ്പൊ അത് മാജിക്കൽ ചെക്കിനെ കുറിച്ച് അതൊരു പ്രാക്ടീസ് ആക്കിയിട്ടാണ് നമ്മളെ 17ാമത്തെ ദിവസത്തിലെ പ്രാക്ടീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറയുന്നുണ്ടാവും പൈസ ഇല്ല, കയ്യിൽ ക്യാഷ് ഇല്ല, ഇന്ന രീതിയിലാണ്, ലോൺ അടക്കാനുണ്ട്, EMI അടക്കാനുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ആവശ്യമുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ പൈസ ഉപയോഗിച്ച് നമ്മൾ പറയുന്ന ഒരുപാട് കാര്യങ്ങളാണ്. ഉള്ളതിലേക്ക് നോക്കാതെ നമ്മൾ ഇല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തിനൊക്കെയോ നെട്ടോട്ട് ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പറയുന്നത് പോലെ ഒരാള് തീവ്രമായിട്ട് ആഗ്രഹിച്ചാലേ അവരുടെ ലൈഫിൽ അത് സംഭവിക്കുള്ളൂ. എന്ത് കാര്യം അയാളുടെ ചിന്തയിൽ സംഭവിച്ചതിന് ശേഷമാണ് അത് റിയാലിറ്റിയിൽ സംഭവിക്കുകയുള്ളൂ. നിങ്ങൾ നിരന്തരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കയ്യിൽ ക്യാഷ് ഇല്ല, അല്ലെങ്കിൽ ഇപ്പൊ ചില ആളുകൾ ഉണ്ടാവും ഇപ്പൊ തീവ്രമായിട്ട് എന്ത് കാര്യം ആഗ്രഹിച്ചാലേ ലൈഫിൽ നടക്കുള്ളൂ എന്ന് പറയുമ്പോൾ ചില ആളുകൾ ചോദിക്കും, ഞാൻ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, എൻ്റെ കയ്യിൽ ഒരു അബണ്ടൻസ് വരണം, അതുപോലെ ഒരുപാട് കാര്യങ്ങളിൽ അബണ്ടൻസ് സംഭവിക്കണം, ലൈഫിൽ ഒരുപാട് പണം വരണം എന്നൊക്കെ ഞാൻ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പല ആളുകളും പറയും. പക്ഷെ എൻ്റെ കയ്യിലേക്ക് എന്തുകൊണ്ട് പണം വരുന്നില്ല, അല്ലെങ്കിൽ അവിടെ ബ്ലോക്ക് അനുഭവിക്കുന്നത് എന്തുകൊണ്ടാന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ എന്തുകൊണ്ടാന്ന് ചോദിച്ചാല് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ഒരു വശത്ത്, പക്ഷെ നമ്മളെ മക്കളൊക്കെ എന്തെങ്കിലും ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് കടം തരാനുണ്ടോ, അല്ലെങ്കിൽ പൈസ കയ്യിലുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉണ്ടെങ്കിൽ പോലും നമ്മൾ പറയും ഉള്ള അല്ലെങ്കിൽ ക്യാഷ് ഇല്ല, നടക്കണം, അതാണ് ഇതാണ്. നമ്മൾ ആ പരാതിയുടെ ഭാണ്ഡക്കെട്ട് അങ്ങോട്ട് ഇറക്കി വെക്കും, പിന്നെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു ഭാഗത്ത് ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഒരു ഭാഗത്ത് ഇതിനെക്കുറിച്ച് പരാതി പറഞ്ഞുകൊണ്ടിരിക്കുക, ഇതുമായിട്ടുള്ള ബന്ധം അവിടെ നെഗറ്റീവ് ആയിക്കൊണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മളിലേക്ക് പണം വരാത്തത്. അപ്പോൾ ദ മാജിക് ചെക്ക് ഉപയോഗിച്ച് നമ്മളെ ലൈഫില് മാജിക് ആയിട്ടുള്ള മണി ക്രിയേറ്റ് ചെയ്യാനാണ് നമ്മൾ ഇന്നത്തെ പ്രാക്ടീസ്. പണം വരും എന്നുള്ള പ്രതീക്ഷ പോലും പല ആളുകളിലും ഇല്ല എന്നുള്ളതാണ്. ഡെയിലി നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും പല ആവശ്യങ്ങളും, ഇപ്പൊ ബൾക്കായിട്ടുള്ള ആവശ്യങ്ങളൊക്കെ വരികയാണ്, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ കേസ് വരികയാണെങ്കിൽ അതുപോലും നമുക്ക് ഭയങ്കര ടെൻഷനാണ്. അവിടെ നമ്മൾ കയ്യിൽ പണം ഉണ്ടെങ്കിൽ പോലും നമുക്ക് അവിടെ ഇത്ര ചെലവാവോ, അല്ലെങ്കിൽ ഇത്ര ആവോ, ഇത്ര എമൗണ്ട് ചെലവാക്കേണ്ടി വരുമോ എന്നൊക്കെയുള്ള ടെൻഷനാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏത് സിറ്റുവേഷൻ ഭയങ്കര ബാഡ് ആണെങ്കിലും, ഏത് അവസ്ഥയിലൂടെ കടന്നു പോവുകയാണെങ്കിലും അതിൽ നമുക്ക് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഈ ഇപ്പോഴുള്ള സിറ്റുവേഷൻ ഭയങ്കര മോശമാണെന്നുണ്ടെങ്കിലും ആ അവസ്ഥയെ നമുക്ക് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയാന്ന് പറയാം, ഉള്ള അവസ്ഥ ഉള്ളതിന് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയാം, ഉള്ള ധനത്തിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. അപ്പൊ ചില ആളുകൾ പറയും, അതിന് മാം എൻ്റെ കയ്യിൽ ക്യാഷേ ഇല്ല, എൻ്റെ അടുത്ത് പൈസ ഉണ്ടെങ്കിലല്ലേ നമ്മൾ നന്ദി പറയാന്നുള്ളത്.
നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിൽ നിങ്ങൾ മണി എന്ന എനർജി അവിടെ എക്സ്ചേഞ്ച് ചെയ്യാതെ ഒരു കാര്യം ഇന്നത്തെ കാലത്ത് സംഭവിക്കൂല. എന്ത് പണ്ടൊക്കെ ബാർട്ടർ സമ്പ്രദായമായിരുന്നു. ഇന്നത്തെ കാലത്ത് നമ്മൾ പണം കൊടുത്തിട്ടാണ് എല്ലാ കാര്യവും റിസീവ് ചെയ്യുന്നത്. അപ്പോ ആ, പണമില്ല എന്ന് പറയുന്നവരൊന്ന് ചിന്തിച്ചു നോക്കുക. 3 നേരം ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ? വെള്ളം കുടിച്ചിട്ടുണ്ടോ? നിങ്ങൾ വസ്ത്രം ഉടുക്കുന്നുണ്ടോ? ഇതൊക്കെ മണി എന്ന് പറഞ്ഞ പ്രോഡക്റ്റിന്റെ എക്സ്ചേഞ്ച്, മണി എന്ന പ്രോഡക്റ്റ് എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ് നമ്മളിലേക്ക് എത്തുന്നത്. എന്ത് കാര്യം എടുത്തു നോക്കുകയാണെങ്കിലും ജനിച്ച അന്ന് മുതൽ ഇന്ന് വരെ നിങ്ങൾ ഒരുപാട് പണം ചിലവാക്കിയിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്, വാങ്ങിയിട്ടുണ്ട് പണം. പക്ഷേ നിങ്ങൾ അതിന് ഗ്രേറ്റ്ഫുൾ അല്ല എന്നുണ്ടെങ്കിൽ ആ അവസ്ഥ സംഭവിച്ചതിൽ നിങ്ങൾ വീണ്ടും വീണ്ടും നിങ്ങളിൽ നിന്ന് പണം ഒഴുകുക ചെയ്യുക, നമ്മളിലേക്ക് വരൂല. ആ, ന- നമ്മളിൽ നിന്ന് പണം പോവാണ് ചെയ്യുക, അതൊരിക്കലും നമ്മൾ കിട്ടൂല. അപ്പൊ ഉള്ളതിന് ഗ്രേറ്റ്ഫുൾ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഫുഡ് കഴിക്കുന്നുണ്ട്, നമ്മൾ വസ്ത്രം ധരിക്കുന്നുണ്ട്. എന്തിന്? നിങ്ങൾ എന്നെ കാണുന്നതും ഞാൻ നിങ്ങളെ കാണുന്നതും ഡാറ്റ ആയിട്ട് റീചാർജ് ചെയ്തിട്ടാണല്ലോ. ആ റീചാർജ് ചെയ്യാനും പണം വേണം. അതുപോലെ തന്നെ കണക്ട് ചെയ്തിട്ടിരിക്കുന്ന ഫോണിലാണെങ്കിൽ ഫോണും നമ്മൾ എക്സ്ചേഞ്ച് ചെയ്തിട്ടുള്ള മണി എന്ന എനർജി ഉപയോഗിച്ചിട്ടാണ്. ഇപ്പൊ ഏത് കാര്യം എടുത്തു നോക്കിയാലും പൈസ ഇല്ല എന്നൊരു കാര്യം നിങ്ങൾ ഇനി പറയാൻ പാടില്ല. ഇല്ല ഇല്ല എന്ന് പറയുകയാണെങ്കിൽ അത് ഇല്ലായ്മയാണ് നിങ്ങൾ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്റെ കയ്യിൽ ഇന്നത് ഉണ്ട്, ഇന്നത് ഉണ്ട് എന്ന്, അതായത് ഉള്ളതിൽ നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആവുകയാണെങ്കിൽ ആ ഉള്ളതിലേക്കാണ് നിങ്ങൾ കൂടുതൽ നോട്ടം നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ കൂടുതൽ കൂടുതൽ നന്ദി പറയാനുള്ള അവസരങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാല്, ലൈഫില് ഉള്ള ധനത്തിന് ഓൾറെഡി നന്ദി പറയാം. ഇല്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രത്തോളം അതുമായി വിച്ഛേദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ലൈഫിലെ ഉള്ള ധനത്തിന് നിങ്ങൾ നന്ദി പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓൾറെഡി നമുക്ക് ഉള്ള ഒരുപാട് അനുഗ്രഹങ്ങളും കാര്യങ്ങളും ഉണ്ട്. അതൊക്കെ നമ്മൾ മണി എന്ന എന്ന എനർജി എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ് നമ്മളിലേക്ക് വന്നിട്ടുള്ളത്. അപ്പൊ അതിന് ഗ്രേറ്റ്ഫുൾ ആവുക എന്നുള്ളതാണ്. നിങ്ങളെ ലൈഫിൽ ഏതൊരു അവസ്ഥയിലൂടെ കടന്നു പോവുകയാണെങ്കിലും നിങ്ങൾ തീവ്രമായി ആഗ്രഹിക്കുന്നുണ്ട് എന്റെ ലൈഫിൽ ഇന്ന കാര്യങ്ങൾ വരണം, ഇന്ന ആഗ്രഹങ്ങളൊക്കെ എനിക്ക് നേടിയെടുക്കണം എന്നുള്ള തീവ്രമായി നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് നമ്മുടെ ലൈഫിൽ എലിവേറ്റ് ചെയ്യാൻ പറ്റും. ഏത് തലത്തിലേക്കാണോ നമുക്ക് മാറണം എന്നുണ്ടെങ്കിൽ ആ ചിന്തയാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കൊണ്ടുവരുത്തേണ്ടത്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഇല്ല ഇല്ല എന്ന് ചിന്തിക്കുന്നതിനനുസരിച്ച് ഇല്ലായ്മയാണ് നിങ്ങൾ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലേക്ക് നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്തിട്ട്, അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് നമ്മുടെ ലൈഫില് പണം വരാത്തത്, അതായത് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ വലിയ ആഗ്രഹങ്ങൾ ചെയ്താലും അതിലേക്ക് എത്തിപ്പെടാനുള്ള പണം എന്തുകൊണ്ട് വരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മള് ഒരു ഭാഗത്ത് അത്രയും തീവ്രമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഒരു വശത്ത് നമ്മൾ ഇല്ലാത്തതിനെ കുറിച്ച് നമ്മൾ പരാതിയും പരിഭവവും ഇമോഷൻസും നമ്മൾ ഉള്ളിലേക്ക് സങ്കടത്തോടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാ. അതായത് ഇല്ലായ്മയെ കുറിച്ച്. ഉള്ളതിൽ ഗ്രേറ്റ്ഫുൾ ആവാത്തിടത്തോളം കാലം വീണ്ടും വീണ്ടും നമ്മളിലുള്ള ആ വസ്തുക്കളിൽ നഷ്ടപ്പെട്ടു പോവുക ചെയ്യുന്നത്. അത് ധനത്തിന്റെ കേസിൽ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. നിങ്ങൾ പണവുമായിട്ട് എങ്ങനെയാണോ റിലേറ്റ് ചെയ്തിരിക്കുന്നത്, പണവുമായിട്ടുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങനെയാണോ അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെയൊക്കെ പണം വരിക. നിങ്ങൾ പണവുമായിട്ടുള്ള ഗ്രഡ്ജ്, അല്ലെങ്കിൽ പണമുള്ള ആളുകളോട് നിങ്ങൾക്കൊരു വ്യക്തി വൈരാഗ്യം, അല്ലെങ്കിൽ പണം എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് പേടി, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ പണം നിങ്ങളിലേക്ക് വരികയില്ല. പണത്തെ ആര് റെസ്പെക്ട് ചെയ്യുന്നോ, പണത്തെ ആര് സ്നേഹിക്കുന്നോ അവരിലേക്കാണ് പണം എത്തിക്കുക എന്നുള്ളത്. ഈ ഹൈ വൈബ്രേഷൻ ആണ് ഈ എനർജി എന്ന് പറയുന്നത്. അപ്പൊ ഈ പണം എന്ന് പറഞ്ഞ എനർജി ഹൈ വൈബ്രേഷനിലെ ആളുകളിലേക്ക് വീണ്ടും വീണ്ടും പോവും. ഈ ലോ വൈബ്രേഷനിലെ ആളുകളിലേക്ക് പണം വരേയില്ല. കാരണം അവിടെ ആയിരിക്കും പണത്തെ കുറിച്ച് പരാതിയും പരിഭവവും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ. അപ്പൊ അവിടേക്ക് പണം വരികയേ ഇല്ല എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ പണവുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം അടിപൊളിയാക്കുക. പണവുമായിട്ടുള്ള നിങ്ങളുടെ ബിലീഫ്സ്, നിങ്ങളുടെ ഉള്ളിലുള്ള ഇമോഷൻസ് എങ്ങനെയാണ് എന്ന് ചെക്ക് ചെയ്തിട്ട് അത് നമ്മൾ ക്ലിയർ ചെയ്യാനാണ് നമ്മൾ ഫസ്റ്റ് ശ്രമിക്കേണ്ടത്. അപ്പോ നിങ്ങൾ തീവ്രമായി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ ഇന്ന കാര്യങ്ങൾ അച്ചീവ് ചെയ്യണം, ഇന്ന കാര്യങ്ങളിൽ എത്തിപ്പെടണം, അല്ലെങ്കിൽ ലൈഫിൽ അബൻഡൻസ് വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഐ പ്രോമിസ് നിങ്ങൾക്ക് അതിന് സാധിക്കും. പക്ഷെ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ അതുമായിട്ടുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ബന്ധം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അപ്പോ നിങ്ങൾ ഐ അബൻഡൻസ്, ഐ ഹാവ് ഓൾ ദ
മണി ഐ നീഡ്, അതായത് എന്റെ കയ്യിൽ ആവശ്യത്തിനൊന്നും പണമില്ല, ഇന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ എനിക്ക് പൈസ ഇല്ല, പണമില്ല, കാശില്ല, അല്ലെങ്കിൽ ലോൺ അടക്കാനുണ്ട്, ഇന്ന കാര്യങ്ങളുണ്ട്, കടം ഇന്നാൾക്ക് കൊടുക്കാനുണ്ട്, അങ്ങനെ ഇങ്ങനെ പറയുന്ന തോട്ട്സ് ആണ് നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതിന് പകരം എന്റെ കയ്യിൽ പണമുണ്ട്, എന്റെ കയ്യിലേക്ക് ആവശ്യത്തിലധികം പണം വന്നുകൊണ്ടേയിരിക്കുന്നു, ഇത്തരത്തിലുള്ള തോട്ട്സ് ആണ് നിങ്ങൾ ഉള്ളിലേക്ക് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളും മണിയുമായിട്ടുള്ള ബന്ധം നിങ്ങളുടെ പോസിറ്റീവ് ആയിരിക്കും എന്നുള്ളതാണ്. ഇപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുക, റിച്ചസ് ആഗ്രഹിക്കുന്ന ആളുകൾ ഗ്രാറ്റിറ്റ്യൂഡ് ഫോളോ ചെയ്യുന്ന ആളുകളായിരിക്കും കംപ്ലൈൻസ് പറയുന്ന ആളുകൾ പോവർട്ടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ചില ആളുകൾ പറയുന്നേക്കാം ഞാൻ എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ്, മോർണിംഗും ഗ്രാറ്റിറ്റ്യൂഡ് എഴുതലുണ്ട്. ഇപ്പോൾ നമ്മൾ 28 ഡേയ്സ് ചലഞ്ചിൽ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അറിയാം, മോർണിംഗും നൈറ്റും മോർണിംഗ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതുന്നു, നൈറ്റ് മാജിക്കൽ സ്റ്റോൺ ഉപയോഗിച്ച് അത് ഫീൽ ചെയ്യുന്നു എന്നുള്ളത്. അപ്പൊ അത് സ്ഥിരമായിട്ട് ചെയ്യുന്ന ആളുകൾ പറയും, ചില പേര് നമ്മളെ കണക്ട് ചെയ്തിട്ട് പറയാറുണ്ട്, മാം ഇത് ഞാൻ നന്നായിട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ എനിക്കത് ഫീൽ ചെയ്യുന്നില്ല. അത് ഫീൽ ചെയ്യാത്ത എന്തുകൊണ്ടാണെന്ന് അറിയും, നമ്മൾ ഈ മോർണിംഗിൽ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതുന്നുണ്ട്, നൈറ്റ് ഓക്കെ മാജിക്കൽ സ്റ്റോൺ ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ അതിന്റെ ഇടയിലുള്ള സമയം നമ്മൾ എന്ത് എന്നുള്ളതാണ്. ഫുൾ ടൈം നമ്മൾ ആ ഒരു ഡേയിൽ ഫുൾ ടൈം നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് മൈൻഡ് സെറ്റ് ആണ് നമുക്ക് ആവശ്യം. ഉള്ളതിനോട് നന്ദി പറയുന്ന ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് മെന്റാലിറ്റി, ആ മൈൻഡ് സെറ്റ് ആണ് നമ്മൾ ബിൽഡ് ചെയ്യേണ്ടത്. അല്ലാതെ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുമ്പോൾ മാത്രം അത് ഫീൽ ചെയ്യുക, എഴുതുമ്പോൾ മാത്രം ആ ഒരു അവസ്ഥ, പിന്നെ നമ്മൾ ആ ഡേ ടു ഡേ ലൈഫിൽ ഇങ്ങനെ പണത്തെ കുറ്റപ്പാടി പറഞ്ഞിട്ടും കുറ്റം പറഞ്ഞിട്ടും ഇല്ല നീ ഇല്ല എന്നിങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും മണി നമ്മളിലേക്ക് വരൂല. അതുകൊണ്ട് ആ ഡേയിൽ തന്നെ മോർണിംഗ് നൈറ്റും എന്നതിന് പകരം ആ ഡേ ടോട്ടലി ഒരു ഗ്രാറ്റിറ്റ്യൂഡ് മൈൻഡ് സെറ്റിലേക്ക് നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ പ്രാക്ടീസസ് ഓരോ ദിവസം ചെയ്യുന്നത്. ഇത് കറക്റ്റ് ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് അറിയാം ലൈഫിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ, ഇത് കാരണം ലൈഫിൽ കൊണ്ടെത്തിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവാം. അപ്പോ ചില ആളുകൾക്ക് 1 കോടി അല്ലെങ്കിൽ 1 ലാക്ക് 3 ലാക്ക് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര പേടിയായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ 1 കോടി രൂപ ഞാൻ നിനക്ക് തരാന്നൊക്കെ പറയുമ്പോൾ അവർക്ക് പേടിയാണ് അനുഭവപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ അവര് ആ 1 കോടി എന്ന ഫ്രീക്വൻസിയിലേക്ക് അവർ ഹൈ ആയിട്ടില്ല എന്നുള്ളതാണ്. നമ്മുടെ ഫ്രീക്വൻസി ആ 1 കോടിയുമായിട്ടുള്ള ഫ്രീക്വൻസിയുമായിട്ട് അലൈൻമെന്റിൽ എത്തുമ്പോഴാണ് ആ 1 കോടി നമ്മളിലേക്ക് എത്തുക എന്നുള്ളതാണ്. നിങ്ങളിപ്പോ ഇപ്പൊ നിങ്ങളിലേക്ക് ഇന്ന പൈസ വരണം എന്നുള്ളത്, നിങ്ങൾ ആ എമൗണ്ടിൽ നിങ്ങൾ ലിമിറ്റ് വെക്കുന്നുണ്ട്, അതുപോലെ ഇന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കണം നിങ്ങൾ ലിമിറ്റ് വെക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ആഗ്രഹവുമായിട്ട് നിങ്ങളുടെ ഫ്രീക്വൻസി അത്രയും ലോ ആയതുകൊണ്ടാണ്. ഇപ്പോ ഹൈ ഫ്രീക്വൻസിയിലുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഭയവും, അല്ലെങ്കിൽ 1 കോടി എന്നൊക്കെ പറയുമ്പോൾ അയ്യോ 1 കോടി എന്നൊക്കെയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ 1 കോടി വൈബ്രേഷനിലേക്ക് നിങ്ങൾ എത്താത്തത് കൊണ്ടാണ്. ആ 1 കോടി വൈബ്രേഷനിലേക്ക് എന്നാണ് എത്തുന്നത് അന്നാണ് നിങ്ങളിലേക്ക് 1 കോടി എത്തുക എന്നുള്ളതാണ്. അപ്പൊ നമ്മളുടെ ഫ്രീക്വൻസി മാറ്റർ ആണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇല്ലായ്മ ഇല്ല ഇല്ല എന്നൊന്നും പറയരും, ഉള്ള പൈസ കയ്യിൽ വന്നു കഴിഞ്ഞാൽ അതിനെ ഞാൻ എങ്ങനെ ട്രീറ്റ് ചെയ്യും, ഇത് ഫീൽ ചെയ്ത് റീക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. ഓൾറെഡി ആ പൈസ കയ്യിൽ വന്നു കഴിഞ്ഞാൽ അതിനെ ഞാൻ എങ്ങനെയായിരിക്കും ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് വിഷ്വലൈസ് ചെയ്യുക. അതായത് അതുകൊണ്ട് ഞാൻ എന്താണ് പർച്ചേസ് ചെയ്തത് എന്ന് വിഷ്വലൈസ് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും ചെക്ക് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യുന്ന വസ്തുവിനെ. അതുപോലെ ആ ഒരു ചെക്ക് നിങ്ങൾ കാണുന്നിടത്ത് വാലറ്റിലായിക്കോട്ടെ, നിങ്ങളെ ഷെൽഫിലായിക്കോട്ടെ, നിങ്ങൾ ടാബിളിലായിക്കോട്ടെ, കാണുന്ന സ്ഥലത്ത് എപ്പോഴും വെക്കുക. അത് കാണുമ്പോൾ നിങ്ങൾ അത് ഫീൽ ചെയ്യുക, ആ വസ്തു അത് ഉപയോഗിച്ച് വാങ്ങിയ വസ്തുവിനെ ഇങ്ങനെ ഫീൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇന്നത്തെ പ്രാക്ടീസ് ദ മാജിക് ചെക്ക് എന്നുള്ളതാണ്. മാജിക് ചെക്ക് ഉപയോഗിച്ച് നമ്മളൊരു വസ്തു വാങ്ങിക്കഴിഞ്ഞാൽ അതിനെ ഫീൽ ചെയ്യുക, അതിനെ വിഷ്വലൈസ് ചെയ്യുക, ഓൾറെഡി അത് നടന്നതായിട്ട് ഫീൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ പ്രാക്ടീസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരുടെ ലൈഫിലും അബണ്ടൻസ് ഫീൽ ചെയ്യാനും അതുപോലെ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യാനും നിങ്ങൾക്ക് ഇതൊക്കെ സഹായകമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ലൈഫിൽ ഒരുപാട് മാറ്റങ്ങളും ഒരുപാട് ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കാൻ ഈ പ്രാക്ടീസസ് നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല, കാരണം നിങ്ങളുടെ സപ്പോർട്ട്, നിങ്ങളുടെ എഫേർട്ട്, നിങ്ങളുടെ ടൈം അതൊക്കെ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ ലൈഫിലാണ് മാറ്റങ്ങൾ കൊണ്ടുവരുന്നതെങ്കിലും അതിനൊരു ചാനൽ ആവാൻ എന്നെ സൃഷ്ടാവ് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു വലിയ ബ്ലെസ്സിങ്സ് തന്നെയാണ്. താങ്ക് യു സോ മച്ച്. നിങ്ങൾ ഓരോരുത്തരും ഒരുപാട് സന്തോഷത്തോടു കൂടി ഞാൻ എൻ്റെ ഗ്രൂപ്പിലേക്ക് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യാണ്. നിങ്ങൾ എന്ത് ആഗ്രഹിച്ചാണ് അവിടെ വന്നിട്ടുള്ളത് അതിനുള്ള ആൻസർ നിങ്ങൾക്ക് അവിടെ കിട്ടും. ആൻഡ് താങ്ക് യു സോ മച്ച്.